അമേരിക്കയിൽ മുസ്ലിം പള്ളിയിലുണ്ടായ വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ മരിച്ചതായും പോലീസ് മേധാവി അറിയിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് സംഭവം. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. സാന്റിയാഗോയിലുള്ള ഇസ്ലാമിക് സെന്ററിലാണ് ഈ വെടിവെപ്പ് സംഭവിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ പള്ളിയിലെ സുരക്ഷാ ജീവനക്കാരനും ഉൾപ്പെടുന്നുവെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, എന്താണ് സംഭവിച്ചത്? അമേരിക്കയിൽ വെടിവെപ്പ്, തോക്ക് കൈവശം വെക്കുക എന്നുള്ളത് പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മുസ്ലിം പള്ളിയാണ്. അവിടെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവം കൂടുന്നത്. രഞ്ജിത്ത്, മതവൈരമാണ് ഇത്തരമൊരു ആക്രമണത്തിന് കാരണമായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേരാണ് ഇതിൽ അക്രമികളായി ഉണ്ടായിരുന്നത്. രണ്ടും ചെറുപ്പക്കാരാണ്. 17 വയസ്സും 19 വയസ്സുമുള്ള 2 യുവാക്കളാണ് ഈ ഒരു അക്രമം നടത്തിയത്. അവിടെ 3 പേർ മതപഠനശാലയിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഈ യുവാക്കളും സ്വയം വെടിവെച്ച് മരിച്ചു. അങ്ങനെ 5 പേരാണ് ആകെ കൊല്ലപ്പെടുന്നത്. ഈ പാഠശാലയിൽ അറബി ഭാഷ, ഇസ്ലാമിക പഠനം, ഖുറാൻ എന്നിവയ്ക്കാണ് പരിശീലനം നൽകുന്നത്. അവിടേക്ക് ഇവർ കടന്നു കയറുകയായിരുന്നു. വാഹനത്തിലാണ് ഇരുവരും എത്തിയത്. 2 പേരുടെ കയ്യിലും തോക്കുകൾ ഉണ്ടായിരുന്നു. ഇവർ അവിടേക്ക് കടന്നു കയറുകയും ആദ്യം സെക്യൂരിറ്റി ജീവനക്കാരനെ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന 2 പേരെയും കൊലപ്പെടുത്തി. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് അവിടെ ഈ മതപഠന നൽകുന്നത്. ആ തരത്തിലുള്ള ഭാഷയിൽ അറിവ് നൽകുന്നത്. ഖുറാനിലും അറബിയിലുമൊക്കെ തന്നെ പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലേക്ക് നടത്തിയ ആക്രമണം. അതിനുശേഷം ഇരുവരും ആത്മഹത്യ ചെയ്യുന്നു. ഇവരുടെ ഒരു കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ ഈ മതവൈരം തന്നെയാണ് ഇതിന് കാരണമായി പറയുന്നത്. മാത്രമല്ല, അക്രമികളിൽ ഒരാളുടെ മാതാവിൻ്റെ വീട് പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അന്വേഷണ സംഘം. ആ തരത്തിൽ രഞ്ജിത്ത് പറഞ്ഞതുപോലെ പലപ്പോഴും അമേരിക്കയിൽ ഇങ്ങനെ സ്കൂളുകളിലും മറ്റുമൊക്കെ വെടിവയ്പ് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട് എന്ന് നമ്മൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ടി വരുന്നു. ശരി വിനോദ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.